നമസ്കാരം, സഹകാരി റേസ് പ്ലസിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് എന്ന് പറയുന്നത് ഫിനാൻഷ്യൽ മാനേജ്മെൻ്റ് ആണ്. ഓക്കെ, ഓൾറെഡി എല്ലാവരും കേട്ടിട്ടുള്ളതും ബികോമിനൊക്കെ നമ്മൾ പഠിക്കുന്നതുമായിട്ടുള്ളൊരു സബ്ജക്റ്റാണ് ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. എന്നിരുന്നാൽ കൂടിയും ചില ടോപ്പിക്സ് വരുമ്പോൾ നമുക്ക് സംശയമാണ് ഏതാണെന്നൊക്കെ പറയുന്നത്. അങ്ങനെ ഒരു കൺഫ്യൂസിങ് ആയിട്ടുള്ള ഒരു സബ്ജക്റ്റാണ് ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, സത്യത്തിൽ എളുപ്പമുള്ളൊരു സബ്ജക്റ്റാണ്. കുറച്ച് ഒരു 30% മാത്രം പ്രോബ്ലമാറ്റിക് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് നമുക്ക് നമ്മുടെ സിലബസ് പ്രകാരം പഠിക്കാനുള്ള ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. ബാക്കി 70%ഉം തിയറി ഓറിയൻറ്റഡ് ആയിട്ടാണ് പോകുന്നത്. ഓക്കെ, കുറച്ച് മാത്രം ഒരു പ്രോബ്ലമാറ്റിക് നേച്ചർ ഇതിനകത്ത് കയറി വരുന്നുണ്ട്, നമ്മളതെല്ലാം പറയുന്നുമുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തായാലും ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റിൻ്റെ ഫസ്റ്റ് ക്ലാസ് ആണ്. ഇതിനകത്ത് ഞാനൊരു ഇൻട്രൊഡക്ഷൻ പോലെ എന്താണ് ഫിനാൻസ്, ആ കോൺസെപ്റ്റ് എന്താണ്, ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് എന്താണ്, അതിൻ്റെ സ്കോപ്പ്, ഇമ്പോർട്ടൻസ്, അങ്ങനെയുള്ളൊരു ഓവർവ്യൂ മാത്രമേ പറഞ്ഞു പോകുന്നുള്ളൂ. നമ്മൾ ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റിൻ്റെ ഫസ്റ്റ് മൊഡ്യൂള് നമ്മൾ ഒരു 2 പാർട്ടായിട്ട് മാറ്റിയിട്ടാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. 2 പാർട്ട് മാത്രമേ ഉള്ളൂ ഫസ്റ്റ് മൊഡ്യൂൾ എന്ന് പറയുന്നത്. കാരണം ആ ഫസ്റ്റ് മൊഡ്യൂളിൽ നിന്ന് നമ്മൾ മാക്സിമം 1 മാർക്കിൻ്റെയോ 2 മാർക്കിൻ്റെയോ ക്വസ്റ്റ്യനെ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നുള്ളൂ. അതുകൊണ്ട് 2 ക്ലാസ്സുകളായിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അതിൽ കൂടുതൽ നമ്മൾ അതിനകത്തേക്ക് പഠിക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, സോ ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് എന്താണെന്ന് പഠിക്കുമ്പോൾ നമ്മൾ ആദ്യം അറിഞ്ഞിരിക്കേണ്ട സാധനം എന്താണ്? ഫിനാൻസ് എന്ന് പറയുന്നത് അല്ലേ? എന്താണ് ഫിനാൻസ് എന്നാണ് നമ്മൾ ആദ്യം അറിയേണ്ട കാര്യം. ഓക്കെ, അപ്പോൾ ഫിനാൻസ് നമുക്കറിയാം, എല്ലാ എക്കണോമിക് ആക്ടിവിറ്റീസിൻ്റെയും ഒരു ആത്മാവ്. ഇപ്പം നമ്മളൊരു നമ്മുടെ ഡെയിലി ലൈഫ് എടുക്കുകയാണ്. ഓക്കെ, നമ്മുടെ ഡെയിലി ലൈഫിൽ ചിലരൊക്കെ നമ്മൾ പറയുന്ന കേട്ടിട്ടുണ്ടാവുമല്ലോ, നമുക്ക് എന്തില്ലാതെ പറ്റില്ല, കാശില്ലാതെ നമുക്ക് ജീവിക്കാൻ പറ്റില്ല. ഓക്കെ, അല്ലെങ്കിൽ നമുക്ക് എന്തുണ്ടെങ്കിൽ കൂടിയും നമ്മൾക്ക് നമ്മുടെ ഡെയിലി നമുക്കിപ്പോൾ ഒരു വരുമാനമുണ്ട്, വരുമാനത്തിനനുസരിച്ച് നമുക്ക് എന്തുമുണ്ട്, ചിലവുമുണ്ട്. ഈ ചിലവാക്കുന്നത് എന്താണ്? നമ്മൾ എടുത്തു വെച്ച് ചിലവാക്കുന്നത് ഫിനാൻസ് ആണ്. നമ്മൾ എടുത്തു വെച്ച് ചിലവാക്കുന്നത്. അപ്പം നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ പോലും നമുക്ക് ഒഴിച്ചു മാറ്റാൻ പറ്റാത്തൊരു കാര്യമാണ് എന്ത്? ഫിനാൻസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ബിസിനസ്സിൻ്റെ കാര്യം ആലോചിച്ച് നോക്കിയേ. ചില ബിസിനസ് ചെറുതായിരിക്കും, ചിലത് വലുതായിരിക്കും. എങ്ങനെയാണെങ്കിൽ കൂടിയും അതിൻ്റെ സൈസോ അത് ഏത് നേച്ചറിലുള്ള ബിസിനസ്, ചിലപ്പോൾ ഹോട്ടൽ ബിസിനസ് ആയിരിക്കും, ചിലപ്പോൾ എന്തായിരിക്കും, ചിലപ്പോൾ ടെക്സ്റ്റൈൽസ് ആയിരിക്കും. അങ്ങനെ വലിയ ബിസിനസ് ആണെങ്കിലും ചെറിയ ബിസിനസ് ആണെങ്കിലും എന്തില്ലാതെ അതിന് ഫങ്ഷൻ ചെയ്യാൻ പറ്റില്ല. ഫിനാൻസ് എന്ന് പറയുന്ന കാര്യം, ഫിനാൻസ് എന്ന് വെച്ചാൽ എന്താണ്? പണം അല്ലേ, മണി. അതില്ലാതെ ഫങ്ഷൻ ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ നമ്മൾ +1 +2 തൊട്ടേ നമ്മൾ പഠിക്കുന്ന ഒരു സെൻറ്റൻസ് ഉണ്ട്, ഫിനാൻസ് ഈസ് ദ ലൈഫ് ബ്ലഡ് ഓഫ് എവറി ബിസിനസ് ആക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ നമ്മൾ എപ്പോഴും പഠിക്കുന്നതാണ്. ശരിയാണ്, നമ്മുടെ ഒരു ജീവരക്തം പോലെയാണ് ബിസിനസ്സിൻ്റെ. എന്താണ് ജീവരക്തം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? നമ്മുടെ ബോഡിയിൽ രക്തം ഇല്ലെങ്കിൽ എന്താ പറ്റും? നമ്മൾ മരിച്ചു പോകും അല്ലേ? രക്തത്തിൻ്റെ ആ ഒരു ഫങ്ഷനിങ് ഇല്ലെങ്കിൽ നമുക്ക് നമ്മുടെ ഓർഗൻസ് ഒന്നും നന്നായിട്ട് വർക്ക് ചെയ്യില്ല. സോ നമ്മൾ എന്താണ്, ആ ഒരു ഡെത്ത് എന്ന് പറയുന്ന സ്റ്റേറ്റിലേക്ക് പോകും. അതുപോലെ തന്നെയാണ് എന്ത് ബിസിനസ്സിനും. ഫിനാൻസ് എന്ന് പറയുന്ന ഒരു കാര്യം ഇല്ലെങ്കിൽ ആ ബിസിനസ്സിന് പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യാൻ പറ്റത്തില്ല. അത് അവസാനം അടച്ചു പൂട്ടേണ്ട ഗതിയായി പോവും. അതാണ് ഫിനാൻസ് ബിസിനസ് ആക്ടിവിറ്റീസിൻ്റെ ലൈഫ് ബ്ലഡ് എന്ന് പറയാൻ കാര്യം. ഇനി നമ്മളൊരു പുതിയ കട തുടങ്ങുകയാണ്, അല്ല ഒരു പുതിയ ഷോപ്പോ ബേക്കറിയോ എന്തെങ്കിലും ഒന്ന് സ്റ്റാർട്ട് ചെയ്യുകയാണ്. എന്തൊക്കെ കാര്യങ്ങളുണ്ടായിരിക്കും നമുക്കവിടെ ഒരു പുതിയ ഷോപ്പ് അല്ലെങ്കിൽ ഒരു ബിൽഡിങ് വേണം. ആ ബിൽഡിങ് ചിലപ്പോൾ നമുക്ക് റെൻറ്റിന് എടുക്കാം, അല്ലെങ്കിൽ നമ്മുടെ ഓൺ ബിൽഡിങ് ഉണ്ടായിരിക്കും. അവിടത്തേക്ക് നമുക്ക് സാധനങ്ങൾ മേടിക്കണം, അവിടെ കുറച്ച് ആൾക്കാരെ എംപ്ലോയ് ചെയ്യണം. അതുപോലെ തന്നെ ഈ സാധനങ്ങൾ ആൾക്കാരിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള മാർക്കറ്റിംഗ് ഒക്കെ നടത്തണം. എല്ലാത്തിനകത്തും നമുക്ക് എന്താവശ്യമാണ്? കാശ് ആവശ്യമാണ്, ഫിനാൻസ് ആവശ്യമാണ്. അപ്പം ഫിനാൻസ് എന്ന് പറയുന്ന ഒരു ആസ്പെക്റ്റ് ഇല്ലാതെ ഒരു ബിസിനസ് ഒരിക്കലും റൺ ചെയ്തുകൊണ്ട് പോകാൻ പറ്റത്തില്ല. അപ്പോൾ ഫിനാൻസ് എന്താണെന്നൊക്കെ നിങ്ങൾക്ക് കൃത്യമായിട്ട് അറിഞ്ഞിരിക്കും. എന്നാലും അത് പറയാതെ എന്താണ് ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് എന്ന് പറയുന്നതിലേക്ക് പോകുന്നതിൽ ഒരർത്ഥമില്ല. അതുകൊണ്ടാണ് ഞാനിവിടെ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. സോ ഫിനാൻസ് ഈസ് ഓവൻ ഡിസ്ക്രൈബ്ഡ് ആസ് ദ സോൾ ഓഫ് Finance is often described as the soul of all economic activities and the lifeblood of every business organization.
എന്താണ് നമുക്ക് വരാൻ പറ്റുന്ന ഒരു ചോദ്യമാണത് അല്ലേ. എന്തിനെയാണ് എക്കണോമിക് ആക്ടിവിറ്റീസിൻ്റെ സോൾ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ എന്തിനെയാണ് ബിസിനസ് ഓർഗനൈസേഷൻ്റെ ലൈഫ് ബ്ലഡ് എന്ന് പറയുന്നത്? ഒരു ചോദ്യമാണ് അവിടുന്ന് അല്ലേ. എന്തിനെയാണ്? ഫിനാൻസിനെയാണ് നമ്മൾ എക്കണോമിക് ആക്ടിവിറ്റീസിൻ്റെ സോൾ അല്ലെങ്കിൽ ബിസിനസ് ഓർഗനൈസേഷൻ്റെ ലൈഫ് ബ്ലഡ് എന്ന് പറയുന്നത്. നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് അല്ലേ. എന്താണ് ബിസിനസ് സൈസ് വലുതാണെങ്കിലും അതിൻ്റെ നേച്ചർ എന്താണെങ്കിലും എന്ത് ഓപ്പറേഷനാണ് അവിടെ ചെയ്യുന്നതെങ്കിലും ഫിനാൻസ് ഇല്ലാതെ അവിടെ ഒരു കാര്യവും നടക്കത്തില്ല. അതുകൊണ്ടാണ് അതിനെ ലൈഫ് ബ്ലഡ് ഓഫ് ബിസിനസ് ഓർഗനൈസേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ എന്താണ് ഫിനാൻസ്? ഇറ്റ് റെഫേഴ്സ് ടു ദ പ്രൊവിഷൻ ഓഫ് മണി when it is needed for business activities. ബിസിനസ് ആക്ടിവിറ്റീസിന് എപ്പോഴൊക്കെയാണോ പൈസ ആവശ്യമായിട്ട് വരുന്നത് ആ സമയത്ത് അത് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ് ഫിനാൻസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് ഇപ്പോൾ നമ്മൾ ബിസിനസ് ഒക്കെ നടത്തിക്കൊണ്ട് പോവുകയാണ്, അപ്പോൾ പെട്ടെന്ന് നമ്മൾ വിചാരിക്കുകയാണ് കുറച്ചും കൂടി ഒന്ന് എക്സ്പാൻഡ് ചെയ്യണം, അല്ലെങ്കിൽ നമുക്ക് പുതിയൊരു ബ്രാഞ്ചും കൂടി ഓപ്പൺ ചെയ്യണം. ഓക്കെ, അപ്പോൾ നമുക്ക് അവിടെ എന്ത് വേണം? പുതിയൊരു ബ്രാഞ്ച് ഓപ്പൺ ചെയ്യാൻ അതിൻ്റേതായിട്ടുള്ള ചിലവുകളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അപ്പോൾ അതിനനുസരിച്ച് നമ്മുടെ കയ്യിൽ എന്ത് വേണം? കാശ് വേണം. അപ്പോൾ നമുക്ക് അത്രയും ഫിനാൻസ് അല്ലെങ്കിൽ മണി ആവശ്യമാണെന്ന് നമുക്ക് അറിയുന്നുണ്ട്. ഈ മണി നമുക്ക് എങ്ങനെ അറേഞ്ച് ചെയ്യാം? നമുക്ക് പല സോഴ്സസ് ഉണ്ട്. വേണമെങ്കിൽ ഒരു ലോൺ എടുക്കാം, അല്ലെങ്കിൽ നമ്മുടെ കയ്യിലുള്ള ഫണ്ട് തന്നെ ഇൻവെസ്റ്റ് ചെയ്യാം. അങ്ങനെ പല സോഴ്സസ് ഉണ്ട്. അപ്പോൾ അതിനെയെല്ലാം ഒന്ന് ഏകീകരിച്ച് കൊണ്ടുപോവുക എന്നുള്ളതാണ് എന്ത്? ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ഫിനാൻസ് എന്ന് പറയുന്നത് എന്താണ്? നമുക്ക് ബിസിനസ്സിൻ്റെ ആക്ടിവിറ്റീസിൽ എപ്പോഴാണോ കാശ് ആവശ്യമായിട്ട് വരുമ്പോൾ ആ കാശിനെ നമ്മൾ പ്രൊവൈഡ് ചെയ്യുക. ആ ഒരു പ്രൊവൈഡ് ചെയ്യുന്ന ആ ഒരു പ്രൊവിഷനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഫിനാൻസ് എന്ന് പറയുന്നത്. ഓക്കെ, ഫിനാൻസ് ഈസ് നോട്ട് മിയർലി അബൌട്ട് മണി. It is a broader concept that involves the management of money and the continuous flow of fund within an organization. എന്താണ് ഫിനാൻസ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ജസ്റ്റ് മണി. നമ്മളിപ്പം ഫിനാൻസ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഉള്ളിലേക്ക് കാശിൻ്റെ ഒക്കെ ഒരു ഇതാ വരുന്നത്. അപ്പം ജസ്റ്റ് മണി എന്നുകൊണ്ട് മാത്രമല്ല ഉദ്ദേശിക്കുന്നത്. ഫിനാൻസ് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ ബ്രോഡർ കോൺസെപ്റ്റ് ആണ് അല്ലേ. ഒരു ചെറിയ കോൺസെപ്റ്റ് അല്ല, ഒരു വലിയ കോൺസെപ്റ്റാണ്. കാരണം എന്താണ്? ഈ കാശ് എന്ന് പറയുന്ന സാധനത്തിനെ എങ്ങനെ നല്ല രീതിയിൽ മാനേജ് ചെയ്തുകൊണ്ട് പോകാം എന്നുള്ളതും ഫിനാൻസിൻ്റെ ആ ഒരു കോൺസെപ്റ്റിനുള്ളിൽ വരുന്ന കാര്യമാണ്. അതായത് ഇപ്പം നമ്മളൊരു ബിസിനസ് ഓർഗനൈസേഷൻ നടത്തിക്കൊണ്ട് പോവുകയാണ്, അല്ലെങ്കിൽ ആദ്യം നമ്മളൊരു ബിസിനസ് കണ്ടക്ട് ചെയ്യാൻ പോവുകയാണ്. നമുക്കറിയാം റോ മെറ്റീരിയൽസ് വേണം, വർക്കേഴ്സ് വേണം, ക്യാപിറ്റൽ വേണം അല്ലേ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഇതിനൊക്കെ നമ്മൾ അറേഞ്ച് ചെയ്യും. ഇതൊരു ഒറ്റത്തവണത്തെ പ്രോസസ്സാണോ? അതായത് ഈ റോ മെറ്റീരിയൽസ് നമ്മളിപ്പോൾ ബിസിനസ് സ്റ്റാർട്ടപ്പ് ചെയ്യുകയാണെങ്കിൽ ഇപ്പോൾ നമ്മൾ ബിസിനസ്സിന് തുടങ്ങാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് റോ മെറ്റീരിയൽസ് വാങ്ങിച്ചു വെച്ചു, കുറച്ച് ആൾക്കാരെ അപ്പോയിൻറ്റ് ചെയ്ത് അവർക്ക് ശമ്പളം കൊടുത്തു, മാർക്കറ്റിങ്ങിൻ്റെ കുറച്ച് ആക്ടിവിറ്റീസൊക്കെ നടത്തി, അതിനും കുറച്ച് കാശ് ചിലവാക്കി, എല്ലാം സെറ്റായി എന്നും പറഞ്ഞ് ഇനി നമുക്ക് പണത്തിൻ്റെ ആവശ്യമില്ലെന്നാണോ? ഇല്ല, ഇനിയും നമുക്കുണ്ട് അല്ലേ. ഇനി ഇതെല്ലാം ഫങ്ഷനിങ് ആയിട്ട് വരുമ്പോൾ വീണ്ടും നമ്മൾക്ക് എന്ത് വേണം? വീണ്ടും ചിലപ്പോൾ റോ മെറ്റീരിയൽസ് മേടിക്കേണ്ടതായിട്ട് വരും. അങ്ങനെ നമുക്ക് ഇതൊരു ബിസിനസ് എന്ന് പറയുന്നത് ഒരു കണ്ടിന്യൂസ് ആക്ടിവിറ്റി ആയിട്ട് പോകുന്നിടത്തോളം കാലം ഈ പറയുന്ന ഫിനാൻസും നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് ആവശ്യമായിട്ട് വരും. പക്ഷേ നമുക്ക് ബിസിനസ് നടത്തി കിട്ടുന്ന ലാഭത്തിൽ നിന്നൊരു പങ്കെടുത്ത് വിനിയോഗിക്കാം. നമ്മളിപ്പം നല്ല ലാഭത്തിലൊക്കെയാണ് ബിസിനസ് കണ്ടക്ട് ചെയ്തുകൊണ്ട് പോകുന്നത്. നമുക്ക് കുറച്ച് പ്രോഫിറ്റ് ഒക്കെ കിട്ടിക്കഴിയുമ്പോൾ നമ്മൾ ബിസിനസ് ഒന്നും കൂടി എക്സ്പാൻഡ് ചെയ്യാൻ ഉദ്ദേശിക്കും അല്ലേ. അപ്പോൾ ബിസിനസ് ഒന്നും കൂടി എക്സ്പാൻഡ് ചെയ്യാൻ ഉദ്ദേശിക്കുമ്പോൾ ബിസിനസ്സിൻ്റെ പ്രോഫിറ്റിൽ നിന്നൊരു പങ്ക് തന്നെ എടുത്ത് നമുക്ക് എക്സ്പാൻഷന് വേണ്ടിയൊക്കെ ഉപയോഗിക്കാം. അതും എന്താണ്? ഒരു ടൈപ്പ് ഓഫ് ഫിനാൻഷ്യൽ മാനേജ്മെൻ്റ് ആണ്. നമുക്ക് കിട്ടിയ പ്രോഫിറ്റ് എന്ന് പറയുന്ന ഒരു ഫിനാൻസ് ആണ് അല്ലേ. ആ ഫിനാൻസ് നമ്മൾ എന്തിനു വേണ്ടി മാനേജ് ചെയ്യുന്നു? വേണമെങ്കിൽ നമുക്ക് എല്ലാം കൊണ്ടുവന്ന് ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? എവിടെയെങ്കിലും ഇൻവെസ്റ്റ് ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? എക്സ്പാൻഷന് വേണ്ടി ഉപയോഗിക്കാം അല്ലേ. ഒരു കൈൻഡ് ഓഫ് ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ്. അപ്പോൾ ഫിനാൻസ് എന്ന് പറയുന്നത് നമ്മുടെ ഉള്ളിലേക്ക് ജസ്റ്റ് ഒരു മണി മാത്രമല്ല, നമ്മുടെ കയ്യിലേക്ക് വരുന്ന, നമ്മൾ മാസാമാസം നമുക്ക് ശമ്പളം കിട്ടുന്നു, നമ്മളെടുത്ത് ചിലവഴിക്കുന്നു, വീണ്ടും ശമ്പളം കിട്ടുന്നു, വീണ്ടും ചിലവഴിക്കുന്നു, കുറച്ച് സേവ് ചെയ്യുന്നു, അങ്ങനെ ഒരു കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു ഫണ്ടിൻ്റെ ഒരു ഫ്ലോ ആണ് എന്തെന്ന് പറയുന്നത്? ഫിനാൻസ് എന്ന് പറയുന്നത്. നമ്മൾ ഫണ്ട് അക്വയർ ചെയ്യുന്നു, നമുക്ക് ശമ്പളം കിട്ടുന്നു, അത് നമ്മൾ എഫിഷ്യൻ്റ് ആയിട്ട് യൂട്ടിലൈസ് ചെയ്യുന്നു, നമ്മൾ കുറച്ച് സേവ് ചെയ്യുന്നു. ഇതെല്ലാം എന്തിൽ വരും? ഫിനാൻസ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റിനുള്ളിൽ വരുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ബിസിനസ്സിലാണെങ്കിൽ എന്താണ്? ദ ആക്ടിവിറ്റീസ് സച്ച് ആസ് അക്വയറിംഗ് ഫണ്ട്സ്,
യൂട്ടിലൈസിങ് ദം എഫിഷ്യൻ്റ്ലി ആൻഡ് മാനേജിങ് ഫിനാൻഷ്യൽ റിസോഴ്സസ് ടു അച്ചീവ് ദ ഗോൾസ് ഓഫ് ദ ബിസിനസ്. എന്താ ബിസിനസ്സിൻ്റെ കോൺസെപ്റ്റിൽ ഫിനാൻസ് എന്ന് പറയുമ്പോൾ ഫണ്ട് അക്വയർ ചെയ്യുക, അതായത് നമുക്കിപ്പം പണം ആവശ്യമാണ്. ഇപ്പം ബിസിനസ് തുടങ്ങാനായാലും ബിസിനസ് എക്സ്പാൻഡ് ചെയ്യാനാണെങ്കിലും നമുക്ക് ഫണ്ട് ആവശ്യമാണ്. അതെവിടെ നിന്ന് അക്വയർ ചെയ്യണം? നമ്മൾ പുതിയ ഷെയർസ് ഇഷ്യൂ ചെയ്യണോ, അല്ലെങ്കിൽ നമ്മൾ ലോൺ എടുക്കണോ, അല്ലെങ്കിൽ നമ്മുടെ ഓൺ ഫണ്ട് തന്നെ നമ്മൾ എടുക്കണോ? എങ്ങനെയാണ് അത് അക്വയർ ചെയ്യുന്നത്? ദെൻ ഈ അക്വയർ ചെയ്ത ഫണ്ട് എങ്ങനെ യൂട്ടിലൈസ് ചെയ്യാം? എത്ര എമൗണ്ട് നമുക്ക് പുതിയ മെഷീൻസ് വേണ്ടി ഉപയോഗിക്കാം? എത്ര എമൗണ്ട് നമ്മൾ ഫേർണിച്ചേഴ്സിന് വേണ്ടി ഉപയോഗിക്കണം? റോ മെറ്റീരിയൽസിന് നമ്മൾ എങ്ങനെയാണ് ഫുൾ എമൗണ്ട് കൊടുക്കണോ, അതോ കുറച്ച് നമ്മൾ ക്രെഡിറ്റിന് മേടിക്കണോ? അത് നമ്മൾ എങ്ങനെയാണോ എഫിഷ്യൻ്റ്ലി നമ്മൾ യൂസ് ചെയ്യുന്നതെന്ന് ഉള്ള കാര്യം. അതുപോലെ തന്നെ നമ്മുടെ ഫിനാൻഷ്യൽ റിസോഴ്സസിൻ്റെ മാനേജ്മെൻറ്റ്. നമുക്ക് ഒരുപാട് ഫിനാൻഷ്യൽ റിസോഴ്സസ് ഉണ്ടല്ലേ, നമുക്ക് എവിടെ നിന്നൊക്കെയാണോ ഫിനാൻസ് കിട്ടുന്നത് അതെല്ലാം നമ്മുടെ റിസോഴ്സസ് ആണ്. അതിൻ്റെ എല്ലാം ഒരു എഫിഷ്യൻ്റ് ആയിട്ടുള്ള ഒരു മാനേജിങ് ആക്ടിവിറ്റി, അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഫിനാൻസ് എന്ന് പറയുന്നത്. ജസ്റ്റ് എന്താണെന്ന് അറിഞ്ഞിരിക്കുക. ഈ ഫിനാൻസ് എന്താണെന്നുള്ള ഒരു ഏരിയയിൽ നിന്ന് ആകെ വരാൻ പോകുന്ന ഒരു ചോദ്യം എന്ന് പറയുന്നത് എന്താണ്? ഡാഷ് ഇസ് ദ സോൾ ഓഫ് ഓൾ ബിസിനസ് ആക്ടിവിറ്റീസ്, അല്ലെങ്കിൽ ഡാഷ് ഈസ് ദ ലൈഫ് ബ്ലഡ് ഓഫ് എവറി ബിസിനസ് ഓർഗനൈസേഷൻ എന്നുള്ളൊരു ചോദ്യം മാത്രമേ അവിടെ നിന്ന് വരാൻ സാധ്യതയുള്ളൂ. പിന്നെ നമ്മൾ എന്താണെന്ന് അറിയണം എന്നുള്ളത് കൊണ്ടാണ് നമ്മളിത് പറയുന്നത്. ഓക്കെ, ഇൻ സിമ്പിൾ ടേംസ്, ചുരുക്കി പറഞ്ഞാൽ നമ്മൾ ഇത്രയൊക്കെ പറഞ്ഞതിൻ്റെ ഒരു ചുരുക്കമാണ് പറയുന്നത്. Finance refers to the fund required for carrying out business operations and their effective management. എന്താണ് ഫിനാൻസ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഇത്രയേ ഉള്ളൂ. നമ്മളുടെ ബിസിനസ് നടത്തിക്കൊണ്ട് പോകാൻ ആവശ്യമായിട്ടുള്ള, അല്ലെങ്കിൽ നമ്മുടെ ബിസിനസ്സിൻ്റെ എഫക്റ്റീവ് മാനേജ്മെൻറ്റിന് ആവശ്യമായിട്ടുള്ള ഫണ്ട്, അതിൻ്റെ റിക്വയർമെൻറ്റിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഫിനാൻസ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ ഫിനാൻസ് റെഫേഴ്സ് ടു ദ ഫണ്ട് റിക്വയർഡ് ഫോർ ക്യാരിയിങ് ഔട്ട് ദ ബിസിനസ് ഓപ്പറേഷൻ ആൻഡ് ദെയർ എഫക്റ്റീവ് മാനേജ്മെൻറ്റ്. അല്ലേ? ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കുക എന്താണ് ഫിനാൻസ് എന്നുള്ളതൊന്ന് അറിഞ്ഞിരിക്കുക. ഓക്കെ,